എല്ലാവർക്കും ഹാപ്പി വിഷു. സമ്പൽ സമൃദ്ധിയുടെയും. ചേച്ചി ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് വായോ. പുറം തിരിഞ്ഞിരിക്കുക, അവിടെ ഇരിക്കുക. നിനക്കൊരു പാപ്പം തരാം, ഇരിക്കി. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു നല്ലൊരു വിഷു ആശംസിക്കുന്നു. ചേച്ചി നീയും ഹാപ്പി വിഷു പറയില്ലേ? അപ്പം ഞാൻ എന്തൊക്കെയാണ് വിഷുവിന് ഉണ്ടാക്കിയതെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ അവിയൽ. ഇത് ഹസ്ബൻഡിന് ഏറ്റവും പ്രിയപ്പെട്ടാണ് അവിയൽ. ഇവിടെ ഞാൻ കഴിക്കും, ചേട്ടായിക്ക് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചു. കണ്ണൂരുകാരുടെ പോലെ ഞാനും ചിക്കൻ ഉരുളൻകിഴങ്ങും ഇട്ട് മസാലയൊക്കെ ഇട്ടിട്ടൊരു ഉടായ്പ വെപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ മീമി വറുത്തത് ഒരു ചട്ടി നിറച്ച് പാപ്പലറ്റാണ്, ഇത് ചെറിയ പാപ്പലറ്റാണ്, അത് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അധികം വിഭവമൊന്നുമില്ല. ചോറ് നല്ല വെള്ളരി പച്ചരി ചോറാണ്. പിന്നെ അച്ചാർ, അത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അതിനൊന്ന് മേക്ക് ഓവർ ചെയ്തതെന്ന് പറയാം ഡാഡ. പിന്നെ പായസം എന്ന് പറയുമ്പോൾ അത് സേമിയ പായസമാണ്. അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് സേമിയ പായസം. പിന്നെ ചേച്ചിക്ക് നോക്ക്, അതിൻ്റെ എക്സ്പ്രഷൻ നോക്ക്. എന്ത് ചേച്ചിക്ക് പ്രാവിൻ്റെ മുട്ട പുഴുങ്ങിയത്? എന്ത് എഴുന്നേറ്റോ? എന്തത്? നിനക്കിത് ഇഷ്ടമാണോ? ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ഞാൻ ഇവിടെ വയ്ക്കാം. എന്ത് ഒറ്റക്കമ്മിന് അത് കഴിച്ചു ചേച്ചി? എന്ത്? ഇപ്പോൾ ഇനിയൊരു 3 മുട്ടയും കൂടി ഉണ്ട് ചേച്ചി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസ ചെയ്യണു. ഇപ്പോൾ ചേട്ടായിയുടെ അവിടെ പോയി കിടക്കുകയാണ്, അവിടെ ഇത്തിരി തണുപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പായസം, മീമി വറുത്തത്, ചിക്കൻ കറി, ചോറ്, അവിയൽ, അച്ചാർ. ഇടാട വന്നു കഴിഞ്ഞാൽ ഊണ് കഴിക്കാം. ചേച്ചി വേണോ? എനിക്ക് വേണോ? തരില്ലേ? എന്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അവനെ കൊതിപ്പിക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും അവിടെ ചതഞ്ഞു. ചേച്ചി ഹാപ്പി വിഷു പറ എല്ലാവർക്കും. കുछ तो लोग कहेंगे लोगों का काम ही कहना, छोड़ो ये बातें इतना जाए. टाटा बाय बाय, टाटा 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 बाय बाय.